ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും യുഡിഎഫിനെ മുന്നിൽ പുതിയ ഉപാധികൾ വെച്ച് PV അൻവർ. അടുത്ത തവണ യുഡിഎഫിനെ ഭരണം കിട്ടിയാൽ മന്ത്രിയാക്കണമെന്നും ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകണമെന്നും അല്ലെങ്കിൽ VD സതീശനെ യുഡിഎഫിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മതിയെന്നുമാണ് PV അൻവറിന്റെ ഉപാധി. ഇത് രണ്ടും അംഗീകരിച്ചാൽ യുഡിഎഫിന്റെ മുന്നണി പടയാളിയായി താൻ രംഗത്തുണ്ടാകുമെന്നും അൻവർ പറയുന്നു. VD സതീശനെ മുക്കാൽ പിണറായി എന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ PV അൻവർ വിശേഷിപ്പിച്ചത്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. VD സതീശനെ UDF നേതൃസ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. ഒരു പിണറായിയെ ഇറക്കിയിട്ട് മുക്കാൽ പിണറായിയെ ഭരണത്തിൽ കയറ്റാൻ ഞാനില്ല. 2026 തെരഞ്ഞെടുപ്പിൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തരാൻ തയ്യാറാണെന്ന് രേഖയാക്കി പരസ്യമായി പറയുകയാണെങ്കിൽ 2026 UDFിനെ അധികാരത്തിൽ എത്തിക്കുവാനുള്ള മുന്നണി പടയാളിയായി താൻ ഉണ്ടാകുമെന്ന് അൻവർ പറഞ്ഞു. ഒരു വലിയ പിണറായിയെ ഇറക്കിയിരുത്തിയിട്ട് കേരളത്തിൽ ഒരു മുക്കാൽ പിണറായിയെ കയറ്റിയിരുത്തി മുഖ്യമന്ത്രിയാക്കുവാനാണല്ലോ നടക്കുന്നത്. അതിന് PV അൻവർ ഇല്ലെന്നാണ് പറയുന്നത്. അതില്ലാത്ത UDFിൽ PV അൻവർ ഉണ്ടാകും. ഒരു തർക്കവുമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നതാണ് തന്റെയും പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെയും ആവശ്യമെന്നും PV അൻവർ വ്യക്തമാക്കി. മലപ്പുറം ജില്ല വിഭജിക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷവും തൃണമൂൽ ഈ വിഷയം ഉന്നയിച്ച് രംഗത്തുണ്ടാവും. മലയോര ജനതയ്ക്കായി തിരുവമ്പാടി കൂടി ഉൾപ്പെടുത്തി പുതിയ ജില്ല വേണമെന്നാണ് ആവശ്യമെന്നും അൻവർ പറഞ്ഞു. അതിനിടെ UDF പ്രവേശനത്തിനായുള്ള PV അൻവറിന്റെ പുതിയ ഉപാധികളെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് VD ബൽറാം രംഗത്തെത്തി. പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും കൂടി ചോദിക്കാമായിരുന്നുവെന്നാണ് അൻവറിനെ പരിഹസിച്ച് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്.